ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഫുജൈറയിൽ അൽ തൈബ ഹെറിറ്റേജ് മ്യൂസിയം എന്നുള്ളൊരു ഫാം ഹൗസിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ ഓണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും, ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് ഫുൾ ഫാം ഹൗസ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ കാണിക്കാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ പേര്. പ്ലസ് മ്യൂസിയം തൈബ മെയ്ഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1998. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം, പിള്ളേർക്ക് കളിക്കാൻ പാർക്ക്, ഷെയ്ക്കിൻ്റെ പടങ്ങൾ കണ്ട, നല്ല വൈബാണ്. കുറേ ഫാം ഹൗസുകളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേ ഓരോരുത്തരൊക്കെ സെറ്റപ്പ് ആക്കണം. നാളത്തേക്കുള്ള പരിപാടികളാണ്. ഇതേ പൂവും സാധനങ്ങളൊക്കെ സെറ്റാക്കണ്. പിള്ളേർ കളിക്കണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. പീക്ക് ഭയങ്കര കോൺസെൻട്രേഷനിലുള്ള അപ്പൊ ദേ ഓണം കൊള്ളാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ദേ ഈ കാണുന്നത്. കണ്ടാ? അപ്പൊ ദേ ഇനി ബാക്കിയാണ്. ഇതൊക്കെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം. ഇതൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ കുറേ വേറെ ഫാം ഹൗസുകളും ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു റൂമാണ്. ഇതൊരു മജ്ലിസ് പോലത്തെ ഒരു റൂമാണ്. നമുക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നത് ബാക്കിലാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റൂംസിലേക്ക് പോണ വഴിയാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ താഴത്തോട്ട് കാണുന്നതൊക്കെ വേറെ ഹട്ടുകളിലൊക്കെ പോകാനായിട്ടുള്ള ഏരിയയാണ്. കണ്ട് താഴത്തോട്ടൊക്കെ പോകാം. ഇതൊക്കെ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം എങ്ങനെയാണ് പോകണമെന്നുള്ളത്. ഇപ്പോൾ വെറുതെ ഒരു ഇത് മാത്രം കാണിക്കണം. പറ്റത്തുനിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം കാണിക്കുന്നത്, അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 30 ആളുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു റൂമാണ് ഇത്. കണ്ടോ, ഇതൊരു റൂം. അതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. എല്ലാം സെറ്റപ്പാണ്. അടുത്ത റൂം എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ചെറിയൊരു ഏരിയ പോലെ, സിറ്റ് ഔട്ട് ഏരിയ പോലെ. പിന്നെ ഉള്ളത് അടുത്ത റൂം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാത്റൂമും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അടുത്ത റൂം. കണ്ടോ, കിച്ചണൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നുള്ളൊരു റൂം അതെ, പിള്ളേരൊക്കെ പോകണുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഈ താഴത്തൊക്കെ കാണുന്നത് അതൊക്കെ വേറെ താഴത്തോട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അപ്പുറത്തോട്ടൊക്കെ വേറെ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ രാവിലെ വെളിച്ചാവുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ബാർബക്യൂ ഏരിയ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹട്ടാണ്. കേട്ടോ, ഇതാണ് അടുത്ത ഏരിയ. പക്ഷെ ഇപ്പൊ ചൂട് അത്ര അറിയുന്നില്ലല്ലോ. ദുബായിനെ അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ അത്ര ചൂട്. ഇവിടുത്തെ വ്യൂ നാളെ രാവിലെ കാണിച്ചു തരാം. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റുന്നില്ല. കണ്ടാ, താഴത്തോട്ട് ഇത്തിരിയൊക്കെ കാണാം. അപ്പോൾ നമുക്കൊരു സ്വിമ്മിങ് പൂൾ ഏരിയ ഉണ്ട്. അതെവിടെയാണെന്ന് നോക്കണം. അതെ, ഇതാണെന്നുണ്ട്. യെസ്, ഇതേ കണ്ട, ഇതാണ് സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു റൂമും കൂടി ഉണ്ട്. ആ റൂമും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് താഴത്തോട്ട് പോവാം. അവിടെ താഴെ വേറെ റൂംസാണ്. യെസ്, കുറേ നാളായിരുന്നു എടുത്തിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത റൂം. ഇതിൻ്റെ ആരെങ്കിലും ഉണ്ടോ? ഈ റൂമിൻ്റെ ആരെങ്കിലും ഉണ്ടോ?
അതെ ഇതിൽ നമ്മുടെ ഇത് പിന്നെ ഇതാണ് അടുത്ത റൂം. എൻ്റെ തലയിൽ ഉണ്ടാവുമോ? അതെ ഇതാണ് അടുത്ത റൂം. ഫാം ഹൗസിന് ചുറ്റും നടന്ന് കാണാനായിട്ടും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും കുറേ ഏരിയാസ് ഉണ്ട്. ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സീറ്റിംഗ് ഏരിയ പല സ്ഥലത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് ഫാം ഹൗസിൻ്റെ ഹെറിറ്റേജ് മ്യൂസിയം ഏരിയയാണ്. പഴയ ആറബ് ഹൗസസ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്കൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് ഒരു ചെറിയ ഒരു ബേബീസ് റൂം പോലെയാണ്. ഈ കാണുന്നത് UAEയുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് ആൻഡ് ട്രീറ്റീസ് ഒക്കെ സൈൻ ചെയ്തതിൻ്റെ ഒരു വിഷ്വൽ കാണിക്കുന്നതിനാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. ഇനി ഈ കാണുന്നത് പഴയ കാലത്തെ ഒരു കിച്ചണാണ്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എ കിച്ചൺ ആൻഡ് എ സീറ്റിംഗ് ഏരിയ. ഇങ്ങനത്തെ ഈ ഒരു പാത്വേ ഫാം ഹൗസിന് ചുറ്റും മലയുടെ താഴ്ത്തോട്ടും ഫുള്ളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വിത്ത് ലൈറ്റിംഗ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാനും പോയി എല്ലാവരുടെയും കൂടി ഇരിക്കട്ടെ. അപ്പം നമുക്കിനി പാർട്ട് 2 കാണാം. ബൈ.